ശ്രീമന്നാരായണീയം ദശകം 14 കപിലാവതാരം. ശ്ലോകം 2. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയ വാചാ ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവംസ്ത്വാമയുധം സമാസിഷേവേ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ബ്രഹ്മാവിന്റെ പുത്രനായ മനു ഭഗവാന്റെ ആ പാതാരബിന്ദങ്ങളെ നല്ല പോലെ സ്മരിച്ചുകൊണ്ട് അവിടുത്തെ അവതാര കഥകളെയെല്ലാം കീർത്തിച്ചുകൊണ്ടും തൻ്റെ മന്വന്തര കാലമായ 71 ചതുർയുഗം അത്രയും കാലം ഒരു ബുദ്ധിമുട്ടും കൂടാതെ സുഖമായിട്ട് കഴിച്ചുകൂട്ടി. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാലം കഴിക്കാൻ ശരിയായിട്ട് ഉള്ള അവലംബം, ആശ്രയം ഭഗവത് സ്മരണവും ഭഗവാന്റെ കഥാകീർത്തനവുമാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നു. തത്ര സമയേ, അക്കാലത്ത് തന്നെ, തത്ര സമയേ ഖലു, ആ കാലത്ത് തന്നെ മനു തൻ്റെ മന്വന്തരത്തില് ഒരു ബുദ്ധിമുട്ടും കൂടാതെ സുഖമായിട്ട് കഴിഞ്ഞുകൂടുന്ന ആ കാലത്ത് തന്നെ ദ്രുഹിണച്ഛായ ഭവ, ദ്രുഹിണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്, ബ്രഹ്മാവിന്റെ ഛായയിൽ നിന്ന്, നിഴലിൽ നിന്ന് ഭവ ഉണ്ടായ കർദമാഖ്യ, കർദമൻ എന്ന് പേരായ, ആഖ്യ എന്ന് പറഞ്ഞ പേര്, കർദമൻ എന്ന് പേരായ പ്രജാപതി, കർദമ പ്രജാപതി തദീയ വാച, ബ്രഹ്മാവിന്റെ നിർദ്ദേശമനുസരിച്ച്, ബ്രഹ്മാവിന്റെ വാക്കനുസരിച്ച് ധൃത സർഗരസ, സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി, ആ സൃഷ്ടിയില് തൽപരനായി, താല്പര്യമുള്ളവനായിട്ട് തീർന്നു. ആ കാലത്ത് ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്നാണ് കർദമ പ്രജാപതി ഉണ്ടാകുന്നത്. ബ്രഹ്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് സൃഷ്ടികർമ്മത്തില് താല്പര്യമുള്ളവനായി തീർന്നു കർദമൻ. ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, നിസർഗരമ്യം ത്വാം, നിസർഗരമ്യം ജന്മനാ തന്നെ അല്ലെങ്കിൽ പ്രകൃത്യാ തന്നെ, രമ്യം സുന്ദരമൂർത്തിയായിട്ടുള്ള, അതായത് പ്രകൃത്യാ തന്നെ സുന്ദരനായിട്ടുള്ള, അതിസുന്ദരനായിട്ടുള്ള ത്വാം നിന്തിരുവടിയെ അയുധം 10,000 സമാ വർഷങ്ങൾ സിഷേവേ ഇവിടെ ഭജിച്ച് സേവിച്ചു. അപ്പൊ ഇവിടെ കർദമൻ അതിസുന്ദരനായിട്ടുള്ള ആ ഭഗവാനെ, നിന്തിരുവടിയെ, ഗുരുവായൂരപ്പ അങ്ങയെ 10,000 വർഷക്കാലം, 10,000 കൊല്ലം ഭജിച്ച് സേവിച്ചു. അതായത് 10,000 കൊല്ലം വിഷ്ണുവിനെ തപസ്സു ചെയ്തു എന്ന് അർത്ഥം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.